സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി 21 വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വൈദ്യുത പ്രതിസന്ധി തുടരുന്നതിനിടെ KSEB റെഗുലേറ്ററി കമ്മീഷൻ യോഗം ഇന്ന്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ പരിഗണിക്കും. സംസ്ഥാനത്ത് തുടർച്ചയായ 5ാം ദിനവും വൈദ്യുതി നിയന്ത്രണം തുടരുന്നു. മഴയെത്തിയിട്ടും 2 ഘട്ടങ്ങളിലായി 1 മണിക്കൂറോളം പവർ കട്ട്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷം. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച തായ് കപ്പൽ ആക്രമിച്ച ഇറാൻ. തെക്കൻ ഇറാനിൽ തുടർച്ചയായ അമേരിക്കയുടെ ആക്രമണങ്ങൾ. സിറിക് പ്രവിശ്യയിലെ വൈദ്യുത നിലയങ്ങൾക്കും റെയിൽവേ സ്റ്റേഷനും സമീപം സ്ഫോടനം. യുദ്ധം നിർത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണത്തിലേക്ക് പോകുമെന്ന് അമേരിക്കയ്ക്ക് അന്ത്യശാസനം. പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും അമേരിക്കയോട് ഇറാൻ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം. സ്കൈ റൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം 1 വിക്ഷേപണം 11:30. വിക്രം കുതിച്ചുയരുക ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ഭ്രമണപഥത്തിലെത്തുന്നത് പൂർണ്ണമായും ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി രൂപകൽപ്പന ചെയ്ത വികസിപ്പിച്ച റോക്കറ്റ്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം ഇന്ന് കോഴിക്കോട് ലീഗ് ഹൌസിൽ. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മന്ത്രിമാർ പങ്കെടുക്കും. PM ശ്രീയിൽ സർക്കാർ നിലപാടിനൊപ്പം നിൽക്കുന്നതിൽ അന്തിമ തീരുമാനം യോഗത്തിന് ശേഷം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ച വിവാദങ്ങളിൽ ചർച്ച. വഖഫ് ബോർഡിലെ മുസ്ലിം ഇതര അംഗങ്ങളുടെ നിയമനവും യോഗത്തിൽ ചർച്ചയാകും. കാൽപന്തിലെ പുതിയ രാജാക്കന്മാർക്കായുള്ള കാത്തിരിപ്പിൽ ലോകം. സ്പെയിൻ അർജന്റീന കലാശ പോരാട്ടം നാളെ രാത്രി 12:30. സൂപ്പർ താരങ്ങൾ മെസ്സിയും ലാമിൻ യമാലും നേർക്കുനേർ. 3ാം സ്ഥാനത്തിനായുള്ള ലൂസേഴ്സ് ഫൈനൽ പുലർച്ചെ 2:30. വിജയം ലക്ഷ്യമിട്ട് ഫ്രാൻസും ഇംഗ്ലണ്ടും.